ഇന്നാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ റെഡിയാവാൻ പോവുകയാണ്. അപ്പോൾ ശില്പ ചേച്ചി അപ്പുറത്ത് റെഡിയാവാണ്, താഴെ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി ആട്ടോ ഉത്സവത്തിന് പോകുന്നത്. ഞാനാണെങ്കിൽ കുറേ കമൻറ്റ്സ് കണ്ടായിരുന്നു, ഒന്ന് കേൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുമെന്ന്. ഞാൻ ഹാവൽസിൻ്റെ 5-in-1 സ്റ്റൈലിംഗ് കിറ്റ് വെച്ചാട്ടോ ചെയ്യുന്നത്. അതിലെ കോണിക്കൽ കളർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് മുടി എടുക്കുക, ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക, എന്നിട്ടൊരു 10 സെക്കൻഡ് കഴിയുമ്പോൾ വിട്ടുകളയാം. അപ്പോൾ നമുക്കിങ്ങനെ അടിപൊളിയായിട്ടുള്ള കേൾസ് കിട്ടും കേട്ടോ. ഈ ഹാവൽസിൻ്റെ ഈ സ്റ്റൈലിംഗ് കിറ്റിലില്ലേ നമുക്ക് ക്രിമ്പർ ഉണ്ട്, സ്ട്രെയിറ്റ്നർ ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് ഇത്. പിന്നെ കേൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ പൊള്ളാതെ സൂക്ഷിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അടുപ്പിച്ച് മുടി സ്ട്രെയിറ്റ് ആണ് ചെയ്യാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞാട്ടോ കേൾ ചെയ്തിടുന്നത്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്പലത്തിലാണെങ്കിൽ പകൽപ്പൂരം കയറിയായിരുന്നു ഓൾറെഡി. അപ്പം ഞാൻ അതേ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ താഴെ ചെന്നപ്പോഴത്തേക്ക് അമ്മയും ചേച്ചിയൊക്കെ റെഡിയായി കാണുന്നു. അമ്പലത്തിലെത്തിയത് ഞാൻ ഓടി ചെന്നത് കമ്മലടയിലേക്കാട്ടോ. ഞാനൊരു കമ്മൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു നേരെ പകൽപ്പൂരം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല ആൾത്തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സൈഡിലാണെങ്കിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കൈകൊട്ടിക്കളി നടക്കായിരുന്നു. അങ്ങനെ അതും കണ്ടു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കടയിലേക്ക് തന്നെ പോവുകയാണ്. കുറേ കുപ്പികൾ, പിന്നെ നിക്കൂര് ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നാടകം കാണാൻ വേണ്ടി കുറച്ച് നേരം നിന്നിട്ടോ. അങ്ങനെ ഈ തവണത്തെ ഉത്സവം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക്. ബൈ ബൈ.